ഈശ്വരാ, ഓ ഈശ്വരാ, സമയത്തേട്ട് ഈ ചെറുക്ക സ്കൂളിൽ പോകാതെ കിടന്ന് ഉറങ്ങിയാണാ? നിങ്ങൾ കേക്കണം, രാവിലെ എണീറ്റ് ഈ വീട്ടിൽ എന്തെല്ലാം പണികൾ ചെയ്യണം. ഇവിടെ എല്ലാം തൂത്തുവാരണം, ചന്തേ പോണം, ആഹാരം ഉണ്ടാക്കണം, ഈ വീട്ടിലുള്ള സകല തുണി വലക്കണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം എന്റെ പാവം ചെയ്യണമെന്ന് ജോലിക്ക് പോവാൻ. ഈ കിടക്കണവൻ ഇതുവല്ല അറിയണാ? എടാ ഉണ്ണിക്കുട്ടാ, എണീറ്റ് സ്കൂളിൽ പോടാ. എടാ എണീക്കാൻ. ഇവൻ എണീപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. ഉണ്ണിക്കുട്ടൻ. അയ്യോ, ഇതെന്തൊരു വേഷമിടാ. നീ യൂണിഫോം ഇട്ടോണ്ടാണ് കിടന്ന് ഉറങ്ങിയത്? അത് ഞാൻ ഇന്നലെ രാത്രി യൂണിഫോം ഇട്ടോണ്ട് തന്നെ കിടന്ന്. അതെന്തോത്തിനാ? അല്ലെങ്കിൽ അപ്പ പറയത്തില്ല, ഏറിനാക്കണ ഉണ്ണിക്കുട്ടാ, പല്ലിനാക്കണ ഉണ്ണിക്കുട്ടാ, കുളിക്കണ ഉണ്ണിക്കുട്ടാ, യൂണിഫോം ഇട്ടോണ്ട് സ്കൂളിൽ പോടാ. ഇതൊന്നും കേൾക്കണ്ടല്ലോ, പോയാ പോരെ. ഡാടാ, നിന്റെ പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? 1-2 കൊള്ളാം. എന്ത് 1-2 കൊള്ളാന്നേ. ഈ പോക്ക് പോയാലേ നീ 1ാം ക്ലാസ് തന്നെ 2 വർഷം ഇരുന്ന് പഠിക്കേണ്ടി വരും. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഡിഗ്രിക്ക് 3 വർഷം പറ്റിട്ടുണ്ടെന്ന്. എന്റെ കയ്യിന്റെ ചൂടറിയും. അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. അമ്മന്റെ ചൂടുണ്ടല്ലോ, നമുക്ക് പനിയാണോ? നിന്നെ ഞാനത് ശരിയാക്കടാ. കൊച്ചുകുട്ടികൾ വർക്കിടാൻ പാടില്ല. പിന്നെന്തോ ചെയ്യണം? മടല് വെട്ടി അടിക്കണം. നിനക്ക് നിന്റെ അച്ഛനാരാന്നറിയാവാടാ? അതമ്മക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനെ ഒരു പാവമാണെന്ന്. ഓ, നാട്ടുകാര് പറയണ അച്ഛൻ അമ്മേന്റെ മമ്മി വെറും ഒരു പാവയാണെന്ന്. ഈശ്വരാ, നീ വയസ്സിന് മൂത്രയോട് തർക്കുത്തരം പറയുന്ന? ഓ, ഒരു തള്ള വൈബ്. പിന്നെ ഈ പറയുന്ന നീയാ? ഞാൻ 2K kids. യോ യോ. ഓ, ഒരു 2K. അല്ലേലും ഇപ്പോഴത്തെ ചില പിള്ളേർക്കൊന്നും അമ്മമാരോട് ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഇല്ല. പോടാ. നിർത്തിയായിരുന്നല്ലേ? ആ ശരി, നീ നിന്റെ ബാഗ് എടുത്തോണ്ട് വേഗം സ്കൂളിൽ പോകാൻ നോക്കിയേ. ഇതെന്താണ് നിന്റെ ബാഗിന് ഒരു കാര്യം? അതൊന്നുമില്ല. ഞാൻ നോക്കട്ടെ, നീ അങ്ങോട്ട് മാറി. ഇതെന്താണ് ഇത്? പുട്ടൂറ്റിയാ? ഇതെന്തോത്തിനാ നിനക്ക്? അത് പിന്നെ പോന്നരിക്കണോണ്ട് കളയാൻ. എന്തോ കാര്യത്തിന്? ഓ, ഞാൻ ജനിച്ച നാളിലോട്ട് പുട്ടെണ്ണ എന്റെ പുട്ടിന് എന്താടാ ഒരു കുഴപ്പം? ഒരു പുട്ടാണോ ഇത് കല്ലാണോ? തേങ്ങ പോലും ഇല്ലാത്ത പുട്ടാണോ ഇത് കല്ലാണോ? തേങ്ങ പോലും ഇല്ലാത്ത ഇത് പുട്ടാണോ ഇത് കല്ലാണോ? ആദ്യം നീ പഠിച്ചേ നിന്റെ സ്വന്തം കാലിൽ നിക്കാൻ നോക്കണം, എന്നിട്ട് നീ പറയാൻ വാ. എനിക്ക് പഠിച്ച് സ്വന്തം കാലിൽ നിക്കണ്ട. പിന്നെ എന്റെ ഷൂ ഒരു മാറ്റിയാ മതി, എനിക്ക് എന്റെ സ്വന്തം കാലിൽ. അതല്ല അമ്മ പറഞ്ഞത്. മക്കള് പഠിച്ചൊരു നിലയിലൊക്കെ എത്തുമ്പോഴേ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എനിക്കിപ്പൊ കല്യാണം വേണ്ട അമ്മേ. അയ്യോ വേണ്ടേ? ഒരു 4ാം ക്ലാസ് ആവുമ്പോ മതി. എന്നെ വരട്ടില്ല, അതിനു പോലെ പെണ്ണ് കിട്ടണം പോലും. എവിടെയാണ് നിന്റെ പരീക്ഷ പേപ്പർ? എടാ, നിനക്ക് ഇംഗ്ലീഷ് ഒക്കെ വല്ല അറിയാമാ? അത് മലയാളം, ഇംഗ്ലീഷ് അറിയാമോന്നാ ചോദിച്ചേ. എടാ, നീ ഇംഗ്ലീഷിന്റെ പരീക്ഷയ്ക്ക് എന്തോന്നൊക്കെയാടാ എഴുതി വെച്ചേക്കുന്നേ? 2 കാര്യം ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എന്തോന്ന്? എന്റെ പേര് കണ്ടീഷനും അതിന് എന്റെ ദൈവമേ. താജ്മഹൽ നിർമ്മിച്ചത് ആരാടാ? മേസ്തിരി. മേസ്തിരിയാ? എടാ, അതിന് കൂട്ട് നിന്നത് ആര്? എന്റെ ദൈവമേ. എടാ ചെക്ക, ആ ശില്പിയുടെ കൈ എന്തിനാ വെട്ടിയേ? പുള്ളി അങ്ങനെ പെണ്ണുങ്ങളെന്നെ വല്ലതും കയറി പിടിച്ചു കാണോ, അതാ വെട്ടിയ, ചാൻസ് ഇല്ല. എന്റെ പൊന്നോ. എടാ, ഭൂട്ടാന്റെ തലസ്ഥാനം ഏതാടാ? റംബൂട്ടാൻ. എന്റെ ദൈവമേ, ഇവന് എഴുതിയ പേനേന്റെ മഷിക്കുള്ള മാർക്കെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. എടാ മോനെ, നിനക്കൊരു 10% മാർക്കെങ്കിലും കിട്ടുവാ? അമ്മ നോക്കിക്കോ, ഞാൻ 100% മാർക്ക് വാങ്ങിക്കും. പോടാ, തമാശ പറയാതാ. അതിന് അമ്മയല്ലേ ആദ്യം തമാശ തുടങ്ങിയിട്ട്. എടാ ചെക്ക, നീ ഒരു 4 അക്ഷരം പഠിച്ച് വളരാൻ നോക്ക്. എനിക്ക് പഠിച്ച് വളരണ്ടമ്മേ. പിന്നെ എനിക്ക് കഴിച്ച് വളർന്നാ മതി. നീ നിന്റെ അച്ഛനെ കണക്ക് തന്നെ തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക. അച്ഛന്റെ അതേ സ്വഭാവം. അമ്മ, ഇതാ പറയുന്നത് തേക്ക് മരത്ത് റബ്ബറും കാപ്പിടിക്കില്ലെന്ന്. തേക്ക് മരത്തിലെ റബ്ബറും കാപ്പിടിക്കില്ലെന്ന്. ഉണ്ണിക്കുട്ടാ, ഓർ തള്ള വൈബ് തന്നെ.